കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ സ്ട്രെയിൻ ടെൻസർ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റെപ്സ് പഠിച്ചു. ഇവിടെ നമ്മൾ ആ സ്ട്രെയിൻ ടെൻസർ ഒരു പോയിന്റിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആദ്യം കൈകാര്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് റിലേഷൻഷിപ്സ് ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ സ്ട്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Here the displacement field is given by this expression. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് തന്നിരിക്കുന്നത് ഒരു വെക്റ്റർ ഫോമിലാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ഐ, വൈ പ്ലസ് 2 ഇൻറ്റു ജെ, എക്സ് സ്ക്വയർ മൈനസ് 2 ഇസഡ് സ്ക്വയർ ഇൻറ്റു കെ. ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. നൊട്ടേഷൻ ക്യാപിറ്റൽ യു ആണ്. നമുക്കിത് കൺവേർട്ട് ചെയ്യാം. നമ്മളിതുവരെ ഉപയോഗിച്ച സ്മോൾ യു displacement along the x direction, v displacement along the y direction, w is displacement field along the z direction. അപ്പോൾ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നൊട്ടേഷൻ അനുസരിച്ച് വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് യു വി ഡബ്ല്യു. അപ്പോൾ ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ച് സ്ട്രെയിൻ കമ്പോണൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എപ്സിലോൺ എക്സ് എക്സ് ഡോ യു ബൈ യു ഈസ് ടു ബി ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. യു ഈസ് ഗിവൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ. അപ്പോൾ എക്സ് കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ വൈ വിൽ ബി ടേക്കൺ ആസ് കോൺസ്റ്റന്റ്. So we get 2x epsilon y y dou v by dou y. V is given by y plus 2. So y differentiate ചെയ്യുമ്പോൾ 1 by 2 is a constant. Epsilon is that. ഇതിലെ എക്സ് സ്ക്വയറിൻ്റെ ടേം കോൺസ്റ്റൻ്റ് ആണ്, അതിന് 0 ആയിരിക്കും. ഇസഡിൻ്റെ ടേം ഇസഡ് സ്ക്വയർ ഉണ്ട്, -2 ഇസഡ് സ്ക്വയർ -2 ഇൻറ്റു 2 ഇസഡ്. അപ്പോൾ ആ 3 ടേംസിൻ്റെയും എക്സ്പ്രഷൻ കിട്ടി. ഇനി എപ്സിലോൺ എക്സ് വൈ ഹാഫ് ഓഫ് dou u by dou y plus dou u by dou y. u is x square plus y. x square constant ആയിട്ട് എടുക്കും, y മാത്രമേ ഉള്ളൂ. dou v by dou x. v-യിൽ x-ൻ്റെ ടേംസ് ഇല്ല, so it will be always 0.5 a constant. Epsilon y is such dou v by dou z plus dou w by dou y. dou v by dou z. v-യിൽ z ടേംസ് ഇല്ല. Again it is dou w by dou y. w-യിൽ y-യുടെ ടേംസ് ഇല്ല, so it is it's the text half of dou u by dou z plus dou w by dou u by dou z. u-യിൽ z-ൻ്റെ ടേം ഇല്ല, so that will be 0. dou w by dou x. w-യിൽ x-ൻ്റെ ടേം ഉണ്ട്, പിന്നെ z-ൻ്റെ ടേമാണ്. അപ്പോൾ x-ൻ്റെ ടേം മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2x that is equal to x. അപ്പോൾ നമുക്ക് 6 കമ്പോണൻസിൻ്റെയും എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇറ്റ് ഈസ് ആസ്ക്ഡ് ടു ഡിറ്റർമിൻ strain tensor at the point 2, 2, 3.
ഇപ്പോൾ 2, 2, 3 എന്ന് തന്നിരുന്നത് എന്താണ്? These are the values of x, y and z. അപ്പോൾ ഈ എക്സ്പ്രഷൻസിലുള്ള എക്സ് വൈ സെഡിന് വാല്യൂസ് ഇടുക. ഇപ്പോൾ എപ്സിലോൺ എക്സ് എക്സ് അതിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2 ആണ്. സോ ദാറ്റ് വിൽ ബി 4. എപ്സിലോൺ വൈ വൈ അത് 1 തന്നെയാണ്, അതിൽ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. ഇവിടെ ഇസഡിൻ്റെ വാല്യൂ ഇടാറുണ്ട്. ഇസഡിൻ്റെ വാല്യൂ 3 ആണ്. സോ ഇറ്റ് വിൽ ബി -2 ഇൻറ്റു 2 ഇൻറ്റു 3. ദാറ്റ് വിൽ ബി -12. ഇവിടെ 0.5 ആണ്, ഇത് 0.5 ആണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് 2, 2, 3 എന്നുള്ള പോയിന്റിൽ സ്ട്രെസ് കമ്പോണൻസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സ്ട്രെയിൻ ടെൻസർ ആണ് എഴുതാനുള്ളത്. സ്ട്രെയിൻ ടെൻസർ എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ എക്സ് സെഡ്, എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ വൈ സെഡ്. എപ്സിലോൺ എക്സ് എക്സിൻ്റെ വാല്യൂ 4, എക്സ് വൈ എപ്സിലോൺ എക്സ് വൈ 0.4, എപ്സിലോൺ എക്സ് സെഡ് 2. അപ്പോൾ ഇതും എക്സ് വൈ 0.5 തന്നെ ആയിരിക്കും. എപ്സിലോൺ വൈ വൈ 1 ആണ്. എപ്സിലോൺ വൈ സെഡ് 0 ആണ്. ഇത് 2 തന്നെയാണ്, ഇത് 0 ആണ്. എപ്സിലോൺ ഇസഡ് ഇസഡ് -2. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്ന സ്ട്രെയിൻ ടെൻസർ അറ്റ് ദ പോയിന്റ് 2, 2, 3. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കേണ്ട ആൻസർ. Now we will see the expression for strain along an arbitrary direction. അപ്പോൾ ആർബിട്രറി ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇത് എനി ഡയറക്ഷൻ, എനി ഓറിയൻറ്റേഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ ദ ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ ഈ ഡയറക്ഷൻ കൊസൈൻസ് ആണ് എ ബി എന്നുള്ള ഡയറക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ബിയിലുള്ള സ്ട്രെയിൻ ടെൻസറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് എ ബിയിലുള്ള സ്ട്രെയിൻ ടെൻസർ. എ ബി എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എയിലുള്ള സ്ട്രെയിൻ ടെൻസറാണുള്ളത്. സോ ആ പോയിന്റ് എയിൽ ഉള്ള സ്ട്രെയിൻ ടെൻസർ നമുക്കറിയാം. വി വാണ്ട് ടു ഡിറ്റർമിൻ വാട്ട് വിൽ ബി ദ സ്ട്രെയിൻ along this direction. Resultant strain epsilon AB along that direction. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. എപ്സിലോൺ എക്സ് എക്സ് ഇൻറ്റു എ സ്ക്വയർ എൻ എക്സ്, ഓറിയൻറ്റേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡയറക്ഷൻ വിത്ത് എക്സ് ആക്സിസ്. അപ്പോൾ അത് എപ്സിലോൺ ഇസഡ് ഇസഡ് 2, 3 മൾട്ടിപ്ലൈ. അടുത്ത 3 ടേംസ് എന്ന് പറയുന്നത് 2 എപ്സിലോൺ എക്സ് വൈ എ എൻ എക്സ് ഇൻറ്റു എ എൻ വൈ. ഇവിടെ എപ്സിലോൺ എക്സ് വൈ വരുമ്പോൾ എൻ എക്സും എൻ വൈയും വരും. 2 എപ്സിലോൺ വൈ ഇസഡ് ഇൻറ്റു എ എൻ വൈ എ എൻ ഇസഡ്. വൈയും ഇസഡ് ഇവിടെ ഉണ്ട്, ഇവിടെയും വൈ ഇസഡ്. അങ്ങനെ 3 ടേംസ്. അപ്പോൾ ഇത് നമുക്ക് എപ്സിലോൺ എ ബി ഡിറ്റർമിൻ ചെയ്യാൻ. എപ്സിലോൺ എ ബി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എ ബി എന്നുള്ള ലൈൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എൻ എക്സ് എ എൻ വൈ എ എൻ ഇസഡ്. ഇനി ഇതിന് എന്തുകൊണ്ടാണ് എൻ എന്ന് ഉപയോഗിക്കുന്നത്? എൻ എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ എന്നുള്ള വെക്ടറും ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. എപ്സിലോൺ എൻ എന്നും പറയാം നമുക്ക്. എപ്സിലോൺ എൻ ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബി. അപ്പോൾ എപ്സിലോൺ എൻ എന്നുള്ള നൊട്ടേഷൻ തന്നെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം, എപ്സിലോൺ എൻ. അപ്പോൾ ഇതിന് ഇങ്ങനെ മെട്രിക്സ് ഫോമിൽ ടെൻസറും ഈ ഡയറക്ഷൻ കൊസൈൻ്റെ മെട്രിക്സുമായിട്ട് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതാം. ഇത് മെട്രിക്സ് ഫോമിൽ എഴുതുന്ന ഇക്വേഷൻ. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സ്ട്രെയിൻ ടെൻസറും ഡയറക്ഷൻ കൊസൈൻസും തന്നു കഴിഞ്ഞാൽ സ്ട്രെയിൻ അലോങ് എനി
arbitrary direction AB can be determined. Okay, അതിനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇനി റിസൾട്ടന്റ് സ്ട്രെയിൻ, ഈ പറഞ്ഞ n എന്നുള്ള ഡയറക്ഷനിൽ സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, ഇസഡ് കമ്പോണന്റ്. അപ്പോൾ എപ്സിലോൺ ആർ എക്സ്, എപ്സിലോൺ ആർ വൈ, എപ്സിലോൺ ആർ ഇസഡ്, എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ, ഇസഡ് ഡയറക്ഷനിലുള്ള കമ്പോണൻസ് കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ എടുത്ത എപ്സിലോൺ എൻ എന്ന് പറയുന്നത് ടോട്ടൽ അല്ലെങ്കിൽ റിസൾട്ടന്റ് സ്ട്രെയിൻ അലോങ് ദാറ്റ് പർട്ടിക്കുലർ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ തന്നെ ഉള്ള എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, ഇസഡ് കമ്പോണന്റ് അങ്ങനെ എടുക്കാനായിട്ട് ഇതേ ടെൻസർ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ആ ഡയറക്ഷൻ കൊസൈൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. അപ്പോൾ ഈ 3 കമ്പോണൻസ് എടുത്തു കഴിഞ്ഞാൽ ആ 3 കമ്പോണൻസിൻ്റെയും സമ്മാണ്, വെക്ടർ സമ്മാണ് ഈ റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് which is acting along that particular direction. ഇനി ഈ എ ബി എന്നുള്ള ഡയറക്ഷനിലാണ് നമ്മൾ സിഗ്മ എൻ എടുത്തത്. ആ സിഗ്മ എൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ കമ്പോണന്റിനെ ഒന്നുകൂടെ എ എൻ എക്സ്, എ എൻ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ എക്സ് കമ്പോണന്റ് ഇൻറ്റു എ എൻ എക്സ്, വൈ കമ്പോണന്റ് ഇൻറ്റു എ എൻ വൈ, ഇസഡ് കമ്പോണന്റ് എ എൻ ഇസഡ്. ദാറ്റ് വിൽ ഗീവ് യു the total strain along the line AB. നമ്മൾ നേരത്തെ പറഞ്ഞ് ആ ലൈനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് റിസൾട്ടന്റ് സ്ട്രെയിൻ ആൻഡ് ദിസ് ഈസ് ദ ടോട്ടൽ സ്ട്രെയിൻ along the line AB. ഇത് സെയിം എക്സ്പ്രഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ എക്സ്പ്രഷൻ തന്നെയാണ്. ഇവിടെ എപ്സിലോൺ ആർ എക്സ് ഉപയോഗിക്കുന്നു, എപ്സിലോൺ ആർ എക്സ് ഉപയോഗിക്കുന്നു. ഇവിടെ ആ സ്ട്രെയിൻ ടെൻസറിൽ ഓരോ കമ്പോണന്റ് ഉപയോഗിക്കുന്നു. ഈ ആർ എക്സ് കിട്ടുന്നത് ഈ ഇക്വേഷനാണ്. അവിടെ നമ്മൾ സ്ട്രെസ് ടെൻസർ ഉപയോഗിച്ച് ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അഗെയിൻ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അടുത്ത ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും അവസാനം കിട്ടുന്നത് എപ്സിലോൺ എ ബി എന്നുള്ള സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ സ്ട്രെയിൻസിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എ ബി എന്നുള്ള ഒരു ഡയറക്ഷനിലെ സ്ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഡയറക്ഷനിൽ നമ്മൾ സ്ട്രെയിൻ എടുത്തു. ആ സ്ട്രെയിനിനെ ഇതിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു നോർമൽ സ്ട്രെസ്സും ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഷിയർ സ്ട്രെയിനുമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഈ ഓരോ ഡയറക്ഷനിലും ഒരു നോർമൽ സ്ട്രെയിനും ഒരു ഷിയർ സ്ട്രെയിനും ഉണ്ടാവും. എന്നാൽ പല പ്ലെയിൻസ് ഇങ്ങനെ എടുക്കുമ്പോൾ there are certain planes where this normal shear strain is 0. ഷിയർ സ്ട്രെയിൻ 0 ആയിരിക്കും, നോർമൽ സ്ട്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരം പ്ലെയിൻസിനെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്നും ആ പ്ലെയിനിലുള്ള സ്ട്രെയിനിനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്നും പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ഷിയർ സ്ട്രെയിൻ ഇല്ല. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷൻ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്. ഇതിൽ J1, J2, J3 3 ടേംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പറയുന്നത് സ്ട്രെയിൻ ഇൻവേരിയൻസ്. ഇത് സ്ട്രെയിൻ ഇൻവേരിയൻസ് ആണ്. ഈ സ്ട്രെയിൻ ഇൻവേരിയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അതിനകത്ത് നിന്ന് കിട്ടുന്ന റൂട്ട്സ് എപ്സിലോൺ 1, എപ്സിലോൺ 2, എപ്സിലോൺ 3, ഇത് മൂന്നുമാണ് പ്രിൻസിപ്പൽ സ്ട്രെയിൻസ്. ഇത് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും എപ്സിലോൺ 1 വിൽ ബി ഗ്രേറ്റർ ദാൻ എപ്സിലോൺ 2 വിൽ ബി ഗ്രേറ്റർ ദാൻ ആ രീതിയിലായിരിക്കും ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു.